നമസ്കാരം. വിഷ്ണുമായ ഉപാസന ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിയെന്ന് പറഞ്ഞാൽ വിഷ്ണുമായ എന്ന് പറയുന്നൊരു ശക്തിയെ നമ്മളൊരിക്കലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ അത് പറ്റില്ല കാരണവന്മാരായിട്ട് കൊണ്ടു നടന്ന് അവർക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മാറ്റമില്ല എന്നത് പറയുന്നതിൻ്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു വിശ്വാസവും നമുക്കൊരു എന്താ പറയുക, നമ്മൾ സ്വാമിനെ കൊണ്ടു നടക്കേണ്ടത് നമ്മൾ യഥാശക്തി വെച്ച് കർമ്മവും കാര്യങ്ങളും ചെയ്യേണ്ടത്. അത് ചെയ്യുക എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണവന്മാരായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടോ, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. ഇപ്പം എന്നെ വിളിക്കുന്ന 2-3 പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന മണ്ണ് പോലും വാരി കൊണ്ടുപോയി കടലിൽ കൊണ്ട് തള്ളി, എന്നിട്ട് പോലും ഞങ്ങളുടെ ദോഷങ്ങൾ മാറുന്നില്ല. അതെന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷേ എത്രയൊക്കെ സാധനങ്ങൾ മാറ്റിയാലും വിഷ്ണുമായ എന്ന് പറയുന്ന ശക്തിയെ തലമുറയായിട്ട് കൊണ്ടു നടന്നുണ്ടെങ്കിൽ ആ സ്വാമിനെ കൊണ്ടു നടക്കുക. ഒരിക്കലും നിങ്ങളുടെ നാശത്തിനായിട്ടുള്ള സ്വാമി നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങളുടെ കാരണവന്മാരായിട്ട് വിളിച്ച് വരുത്തിയ ഒരു ശക്തിയാണത്. ആ ശക്തിയെ യഥാശക്തി നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുക. നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ഒരു പണിക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നാൽ ശരി എൻ്റെ പണി കഴിഞ്ഞു, അത് ഞാൻ പണിക്കാശ് തരില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അതേമാതിരി തന്നെയാണ് സ്വാമിയുടെ കേസിൽ. സ്വാമിനെ കൊണ്ട് നടക്കണ്ടെങ്കിൽ യഥാശക്തി നിങ്ങൾ പൂജയും കാര്യങ്ങളും ചെയ്ത് സ്വാമിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ നടത്തേണ്ടത് ഇല്ലേ. അതേമാതിരി തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് സ്വാമിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. സ്വാമിക്ക് എന്തെങ്കിലും നീതിയോ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ, യഥാവിധി ശക്തി വെച്ചുകൊണ്ട് നിങ്ങൾ കർമ്മവും കാര്യങ്ങളും കൊടുക്കുക. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുള്ള ഭക്തിയാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവർ പറയും ഇതില്ല അതില്ല, അങ്ങനെയാണ്, സ്വാമി ഇല്ല, വെറും നുണയാണ്, അങ്ങനെ വിശ്വസിച്ച് നടക്കുന്നവർക്ക് നാശം മാത്രമേ ഉള്ളത്. അവരെത്ര വലിയ പൊസിഷനിലെത്തിയാൽ പോലും സ്വാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. മനസ്സറിഞ്ഞ ഭക്തിയാണ് ഏറ്റവും വലുത്. നമ്മൾ സ്വാമിനെ വിശ്വസിക്കുക, സ്വാമിക്കുള്ള യഥാശക്തി കർമ്മവും കാര്യങ്ങളും കൊടുക്കുക. സ്വാമിക്ക് കർമ്മം കൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സറിഞ്ഞാണ് വേണ്ടി കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്നാൽ ശരി വേണ്ട, എന്തായാലും കാശ് കൊടുത്തേണ്ടി തീരും, അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഭക്തിയും വേണം, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ കൊടുത്തേണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മാറ്റമുണ്ട്. പലരും ചെയ്യണം അങ്ങനെയൊന്നുമില്ല, കൊടുത്താൽ തീർന്നോ, അതോടുകൂടി പരിപാടി തീർന്നു, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. സ്വാമി എന്ന് പറയുന്നത് മഹാശക്തിയാണ്. ആ ശക്തിയെ നമ്മളുടെ കൂടെ നിർത്തി നമ്മുടെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാലും നമുക്ക് വേറെ കുറേ കാര്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ. ആ കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം എന്നത് സ്വാമി തന്നെയാണ്. ആ വിഷ്ണുവായനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. അതിൻ്റെ അനുസരിച്ചുള്ള നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റവും കാര്യങ്ങളും നൽകി സ്വാമി പരിപൂർണമായിട്ട് അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തി തരും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പറയാണ് എത്ര വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുദോഷം, അതേമാതിരി എല്ലാവർക്കും പേടിയാണ് ശത്രുദോഷം, ആഭിചാരദോഷം, എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റാൻ കഴിവുള്ള ഏറ്റവും വലിയ ശക്തി തന്നെയാണ് വിഷ്ണുമായ. ആ വിഷ്ണുമായനെ പരിപൂർണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം മര്യാദയ്ക്ക് ദോഷമില്ലാത്തൊരാൾ കൊടുത്തതിൻ്റെ അതോടെ അവരുടെ എത്ര വലിയ ദോഷമാണെങ്കിൽ മാറിപ്പോവും. ലക്ഷങ്ങൾ മുടക്കണേലല്ല കാര്യം, നിസ്സാര കാശ് മുടക്കിയാൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറിപ്പോവും. ലക്ഷങ്ങൾ ഇറക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, ലക്ഷങ്ങൾ ഇറക്കണേലല്ല കാര്യം, നിസ്സാര കേസ് കൊണ്ട് മാറേണ്ടത്. സ്വാമി അങ്ങനെ വലിയ കാശും കാര്യങ്ങളും ഒരു മൂർത്തിയും കാശ് ചോദിച്ചാൽ എന്തെങ്കിലും വന്നുണ്ടോ, അവർക്കുള്ള നീതിയും കാര്യങ്ങളെല്ലാം അവർ ചോദിക്കണുള്ളൂ. ആ നീതിനുള്ള കാശ് കൊടുത്തേണ്ടി അവരെന്തായാലും തൃപ്തിയാണ്. ലക്ഷങ്ങൾ കൊടുക്കുന്നവരെ അവർ കാര്യം ചോദിക്കുക, ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ നിസ്സാര നീതിയായിട്ട് ഞാൻ ചെയ്തു തരാം, ഇതെൻ്റെ ഉറപ്പാണത്. ഓം ശ്രീ വിഷ്ണുവായ നമഃ.